Hello students, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൊഡ്യൂൾ 2 ലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. Write a note on IEEE 802.15.4 എന്ന് പറഞ്ഞു. നിങ്ങളുടെ ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്, അതുപോലെ തന്നെ മോഡൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പാർട്ട് ബിക്കകത്ത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് മോസ്റ്റ് ആൾക്കാർ ഇത് പഠിക്കാൻ പാടാന്ന് പറഞ്ഞാൽ പഠിക്കാതൊക്കെ ഇരിക്കും. പക്ഷേ ഇത് മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. IEEE 802.15.4 എന്ന് പറഞ്ഞാൽ ഒരു വയർലെസ് ആക്സസ് ടെക്നോളജിയാണ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക, അതൊരു വയർലെസ് ആക്സസ് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഈ ബാറ്ററീസ് വെച്ച് റൺ ചെയ്യുന്ന പവർ ചെയ്യുന്ന ഡിവൈസുകളുണ്ടല്ലോ, അതായത് ലോ കോസ്റ്റ് ആയിട്ടുള്ള ലോ ഡാറ്റ റേറ്റ് ഉള്ള ഡിവൈസുകൾ, ബാറ്ററി വെച്ചിട്ടൊക്കെ റൺ ചെയ്യുന്ന പവർ ചെയ്യുന്ന ഡിവൈസുകൾ, അങ്ങനെയുള്ള ഡിവൈസുകൾക്ക് വേണ്ടിയുള്ള ഒരു വയർലെസ് ആക്സസ് ടെക്നോളജിയാണ് എന്ത് IEEE 802.15.4 എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയൊക്കെ ഏതൊക്കെ ഡിപ്ലോയ്മെൻറ്റ്സിലാണ് കോമൺ ആയിട്ട് ഈ ഒരു IEEE 802.15.4 കണ്ടുവരുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഹോം ആൻഡ് ബിൽഡിംഗ് ഓട്ടോമേഷൻ, നമ്മൾ ഈ പറയുന്ന ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിട്ടുള്ള ഹോം ബിൽഡിംഗ് ഓട്ടോമേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ പറയുന്ന ഇത് കാണാൻ പറ്റും. അതുപോലെ ഓട്ടോമേറ്റീവ് നെറ്റ്വർക്ക്സ്, ഇൻഡസ്ട്രിയൽ വയർലെസ് സെൻസേഴ്സ് നെറ്റ്വർക്ക്, ഇൻട്രാക്റ്റീവ് ടോയ്സ് ആൻഡ് റിമോട്ട് കൺട്രോൾസ്, ഇതിലെല്ലാം IEEE 802.15.4 നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ്സിൻ്റെ. ഓക്കെ, നമുക്കിനി കുറച്ച് പ്രോട്ടോകോൾ സ്റ്റാക്സ് നോക്കാം. പ്രോട്ടോകോൾ സ്റ്റാക്സ് യൂട്ടിലൈസിങ് IEEE 802.15.4. പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് സ്റ്റാക്ക് മീൻസ് പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഒരുപാട് പ്രോട്ടോകോൾസിൻ്റെ ഒരു ഗ്രൂപ്പ്, അതൊരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ്, അതിനെയാണ് ശരിക്കും പ്രോട്ടോകോൾ സ്റ്റാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്രോട്ടോകോൾസ് ആണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് സിഗ്ബി. സിഗ്ബി എന്ന് പറഞ്ഞാൽ ഇത് സിഗ്ബി അലയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? അപ്പർ ലെയർ കമ്പോണൻസ് ആസ് വെൽ ആസ് ആപ്ലിക്കേഷൻ പ്രൊഫൈൽസ്. ആപ്ലിക്കേഷൻ പ്രൊഫൈൽസിനെ അപ്പർ ലെയർ കമ്പോണൻസിനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. കോമൺ പ്രൊഫൈൽസ്, സിഗ്ബിക്കകത്തുള്ള കോമൺ പ്രൊഫൈൽസ് ഡിഫൈൻ ചെയ്യുന്ന പ്രൊഫൈൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബിൽഡിംഗ് ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ, ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിഗ്ബി ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോട്ടോകോൾ ആണ് 6LoWPAN. 6LoWPAN എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് 3 പോയിന്റ് മനസ്സിലാക്കാം. ഇതൊരു IPv6 അഡാപ്റ്റേഷൻ ലെയർ ആണ്. ഫസ്റ്റ് പോയിന്റ്. ഇനി എന്താ പറയുന്നത്? ഡിഫൈൻഡ് ബൈ ഈ 6LoWPAN ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? IETF 6LoWPAN വർക്കിംഗ് ഗ്രൂപ്പാണ് 6LoWPAN ഡിഫൈൻ ചെയ്യുന്നത്. ഇനി പറയുന്നത് എന്താ? ഇതിൻ്റെ ടാസ്ക് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ടു ട്രാൻസ്പോർട്ട്. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്? IPv6 പാക്കറ്റ്സിനെ IEEE 806.15.4 ലെയേഴ്സ് വഴി എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് IPv6 അഡാപ്റ്റേഷൻ ലെയർ ആണ്. സെക്കൻഡ് IETF 6LoWPAN വർക്കിംഗ് ഗ്രൂപ്പ്സ് ആണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ യൂസ് ചെയ്യുന്ന ഈ 6LoWPAN ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്? ഹൗ ടു ട്രാൻസ്പോർട്ട് IPv6 പാക്കറ്റ്സ് ഓവർ IEEE 802.15.4 ലെയേഴ്സ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. Zigbee IP adopts the 6LoWPAN adaptation layer, IPv6 network layer and RPL routing protocols. അപ്പോൾ Zigbee IP ആണ് 6LoWPAN adaptation ലെയറിനെ, IPv6 network ലെയറിനെ, RPL routing പ്രോട്ടോക്കോളിനെയൊക്കെ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തൊരു പ്രോട്ടോകോൾ സ്റ്റാക്കാണ് ISA 100.11a എന്ന് പറയുന്നത്. ISA 100.11a is developed by the International Society of Automation. ISA എന്ന് വെച്ചാൽ International Society of Automation as wireless system for industrial automation, process control and related application. ഈ ISA ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? വയർലെസ് സിസ്റ്റംസ് ഫോർ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന് വേണ്ടിയുള്ള ഒരു വയർലെസ് സിസ്റ്റംസ് ആയിട്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പ്രോസസ് കൺട്രോൾ ആൻഡ് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ്. ഇനി അടുത്താണ് വയർലെസ് ഹാർട്ട് എന്ന് പറഞ്ഞത്. വയർലെസ് HART. വയർലെസ് HART എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടഡ് ബൈ ദ HART ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വയർലെസ് ഹാർട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് HART എന്ന് പറഞ്ഞു. HART എന്താണ്? ഹൈവേ അഡ്രസ്സബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസറിനെയാണ് HART എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഫൗണ്ടേഷൻ ഈസ് എ പ്രോട്ടോകോൾ സ്റ്റാക്ക് ദാറ്റ് ഓഫേഴ്സ് time synchronized, self-organizing and self-healing mesh architecture leveraging IEEE 802.15.4 2006. അതായത് ഇത്രയേ ഉള്ളൂ. ഈ വയർലെസ് HART എന്ന് പറയുന്നത് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ സ്റ്റാക്കാണ്. ഇത് ബിൽഡ് ചെയ്തേക്കുന്ന ആരാണ്? IEEE 802.15.4 2006 സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു പ്രോട്ടോകോൾ സ്റ്റാക്കിനെ ബിൽഡ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലോ പവേർഡ് ആയിട്ടുള്ള, ലോ ഡാറ്റ റേറ്റ് ആയിട്ടുള്ള വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ടെക്നോളജി ആണ്. ഇനി വയർലെസ് ഹാർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് ഈ ഒരു വയർലെസ് ഹാർട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ
ഫീച്ചേഴ്സുകളാണ് ഈ പറയുന്ന ടൈം സിങ്ക്രണൈസ്ഡ്, സെൽഫ് ഓർഗനൈസിങ്, സെൽഫ് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത്. ടൈം സിങ്ക്രണൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള ഡിവൈസുകളെല്ലാം അവരുടെ ക്ലോക്സിനെ സിങ്ക്രണൈസ് ചെയ്യും. എന്തിനാണ്? ടു എൻഷുർ കോർഡിനേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. എല്ലാ ഡിവൈസുകളും ആ നെറ്റ്വർക്കിൽ കോർഡിനേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടി ക്ലോക്കുകളെ സിങ്ക്രണൈസ് ചെയ്ത് വെക്കും. അതുപോലെ സെൽഫ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു. എന്താണ് സെൽഫ് ഓർഗനൈസിംഗ്? ഡിവൈസസ് ഓട്ടോമാറ്റിക്കലി കോൺഫിഗർ ആൻഡ് ഒപ്റ്റിമൈസ് നെറ്റ്വർക്ക് ടോപ്പോളജിനെ ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഗറും ഓട്ടോമൈസ് ചെയ്യുന്നതിനുമാണ് സെൽഫ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സെൽഫ് ഹീലിംഗ്. സെൽഫ് ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള നെറ്റ്വർക്ക്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഡിവൈസ് ഫെയിലിയറോ ഒരു ഇൻ്റർഫറൻസോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് നെറ്റ്വർക്കുകൾ എന്ത് ചെയ്യും? ഡാറ്റ ട്രാൻസ്മിഷൻ റീറൂട്ട് ചെയ്യും. അതിനെയാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ത്രെഡ്. എന്താണ് ത്രെഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോട്ടോകോൾ സ്റ്റാക്ക് ഫോർ എ സെക്യൂർ ആൻഡ് റിലയബിൾ മെഷ് നെറ്റ്വർക്ക്. ഒരു സെക്യൂർ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു മെഷ് നെറ്റ്വർക്കിന് വേണ്ടി ഉള്ള ഒരു പ്രോട്ടോകോൾ സ്റ്റാക്കാണ് ത്രെഡ് എന്ന് പറഞ്ഞാൽ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു കണക്ട് ആൻഡ് കൺട്രോൾ പ്രൊഡക്ട്സ് ഇൻ ദ ഹോം. നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കൺട്രോൾ ചെയ്യാനും കണക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ള ഒരു മെഷ് നെറ്റ്വർക്കാണ്. റിലയബിളും സെക്യൂറും ഒക്കെ ആയിട്ടുള്ള ഒരു മെഷ് നെറ്റ്വർക്കാണ് ത്രെഡ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോട്ടോകോൾ സ്റ്റാക്സിനെ കുറിച്ച് പറയാൻ വേണ്ടി. ഓക്കെ, നമുക്കിനി 802.15.4ൻ്റെ ഫിസിക്കൽ ലെയറിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് സപ്പോർട്ട് എക്സ്റ്റെൻസീവ് നമ്പർ ഓഫ് PHY ഓപ്ഷൻസ്, ഇഷ്ടം പോലെ PHY ഓപ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേഞ്ചാണ് 2.4 GHz to sub GHz ഫ്രീക്വൻസീസ് ഇൻ ISM ബാൻഡ്. ISM ബാൻഡിലുള്ള 2.4 GHz to sub GHz അത്രയും റേഞ്ചിൽ വരുന്ന എല്ലാ എക്സ്റ്റെൻസീവ് നമ്പർ ഓഫ് PHY ഓപ്ഷൻസിനെ ഈ പറയുന്ന നമ്മുടെ 802.15.4 സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിൻ്റാണ് ദ IEEE 802.15.4 2003, അതായത് ഫസ്റ്റ് ഏറ്റവും ഇനിഷ്യലി ഉള്ള ഒരു വേർഷൻ. ആ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ഓൺലി 3 PHY ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിലവിൽ ഒത്തിരി PHY ഓപ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ഫസ്റ്റ് 2003 സ്റ്റാൻഡേർഡ് തുടക്കത്തിൽ 3 PHY ഓപ്ഷൻസിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം DSS മോഡുലേഷൻ വെച്ചിട്ടായിരുന്നു ആ ഒരു 3 സ്റ്റാൻഡേർഡ്സിനെ PHY ഓപ്ഷൻസിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, so DSS is a modulation technique in which a signal is intentionally spread in the frequency domain. DSS എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം അതൊരു മോഡുലേഷൻ ടെക്നിക്കാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എ സിഗ്നൽ ഈസ് ഇൻറ്റൻഷനലി സ്പ്രെഡ് ഇൻ ദ ഫ്രീക്വൻസി ഡൊമൈൻ. ഒരു ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ഇൻറ്റൻഷനലി ഒരു സിഗ്നൽ സ്പ്രെഡ് ആവുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? റിസൾട്ടിങ് ഇൻ ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഗ്രേറ്റർ ആയിട്ട് കാണിക്കാൻ വേണ്ടി, ഗ്രേറ്റർ ആവാൻ വേണ്ടി ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് ഒരു സിഗ്നൽ ഇൻറ്റൻഷനലി സ്പ്രെഡ് ആവും. ആ ഒരു മോഡുലേഷൻ ടെക്നിക്കിനെയാണ് DSSS എന്ന് പറയുന്നത്. ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ ഒരു മോഡുലേഷനാണത്, ഒരു മോഡുലേഷൻ ടെക്നിക്കാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ ഇൻറ്റൻഷനലി ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് സ്പ്രെഡായിട്ട് പോകും. അതിൻ്റെ റിസൾട്ടാണ് ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്ത്. ഒറിജിനൽ ഫിസിക്കൽ ലെയർ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് വേർ ആസ് ഫോളോസ്. അപ്പോൾ ആ ഒറിജിനൽ ഫിസിക്കൽ ലെയർ ട്രാൻസ്മിഷൻസ് ആണ് 2.4 GHz, 915 MHz, 868 MHz. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ചാനൽസ് 16, 10, 1 ചാനൽ. അതിൻ്റെയുള്ള ഡാറ്റ റേറ്റ്സുകളുമാണ് പറയുന്നത്. ഇനി IEEE 802.15.4 2006, 2011, 2015 ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പം ഈ ആദ്യം 2003 3 PHY ഓപ്ഷൻസേ ഉള്ളായിരുന്നു. ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞു. DSS ആണ് അവിടെ വന്നത്. ഇനി പറയുന്നത് എന്താണ്? 2006 ഒരു വേർഷൻ വന്നു, 2011, then 2015 ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ആ പുതിയ IEEE 802.15.4 ഇറങ്ങുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് PHY കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസും കൂടുതലായിട്ട് വന്നു. അപ്പം എന്തൊക്കെ ഓപ്ഷൻസാണ് പിന്നീട് വന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ 3 PHYയുടെ കാര്യം നോക്കാം. ഫസ്റ്റ് വണ്ണാണ് OQPSK-PHY. ഇതിൻ്റെ മോഡുലേഷനാണ് ഓഫ്സെറ്റ് ക്വാഡ്രാച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്, OQPSK. ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന ഫേസ് ചേഞ്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫേസ് ചേഞ്ചസ് യൂസ് ചെയ്തിട്ട് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിറ്റ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷനും റെസിസ്റ്റൻസ് ടു നോയ്സ്. അതായത് ഒരു ചാനലിൽ കൂടെ ഒരു സിഗ്നൽ പോവുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ആ ഒരു ഇൻട്രപ്ഷൻസ്, അതിനാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടുള്ള റെസിസ്റ്റൻസും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷനും. അപ്പം 4 ബിറ്റ് വാല്യൂസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂസിങ് ഫേസ് ചേഞ്ചസ്. അതാണ് OQPSKയുടെ
PHYയുടെ ഒരു പ്രത്യേകത. ഇനി BPSK-PHY നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലേഷനാണ് ബൈനറി ഫേസ് ഷിഫ്റ്റിംഗ് കീ BPSK. സോ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞാൽ 4 വാല്യൂസ് ആയിരുന്നു, ബിറ്റ് വാല്യൂസ് ആയിരുന്നു. ഇവിടെ ബൈനറി വാല്യൂസ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 ബൈനറി വാല്യൂസ് അറിയാലോ, 0 and 1. ഇനി ഇവിടെ യൂസ് ചെയ്യുന്നത് 2 ഡിസ്റ്റിങ്ക്റ്റ് ഫേസ് ഷിഫ്റ്റുകൾ യൂസ് ചെയ്തിട്ട് 2 ബൈനറി വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, 0 and 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് സിമ്പിൾ ആൻഡ് റോബസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടുത്തെ റിസൾട്ട് പ്രത്യേകത. ഇതാണ് BPSK-PHY. ഇനി ലാസ്റ്റ് വൺ ASK-PHY. ഇതിൻ്റെ മോഡുലേഷൻസ് ആണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ASK ആൻഡ് BPSKയും ഇവിടെ വരുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിലുണ്ടാകുന്ന ചേഞ്ചാണ് യൂസ് ചെയ്യുന്നത്. മറ്റ് 2 ഫേസിലുള്ള ചേഞ്ചസ് ആയിരുന്നു. ഇവിടെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിലുണ്ടാകുന്ന ചേഞ്ചസ് വെച്ചിട്ട് ബിറ്റ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിറ്റ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് ശരിക്കും പ്രൊവൈഡിങ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ഫേസ് ബേസ്ഡ് മോഡുലേഷൻ. ഫേസ് ബേസ്ഡ് മോഡുലേഷൻസിന് മറ്റു 2 ഫേസ് ബേസ്ഡ് ആണ് അല്ലേ, ഫേസസിലുണ്ടാവുന്ന ചേഞ്ചസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫേസ് ബേസ്ഡ് മോഡുലേഷൻ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ASK-PHY എന്ന് പറയുന്നത്. അടുത്തതൊരു ഫിഗറാണ്. ഈ ഫിഗർ ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. സോ ഫിഗർ ഷോസ് ദ ഫ്രെയിം ഫോർ ദ 802.15.4 ഫിസിക്കൽ ലെയർ. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ലെയറിൻ്റെ ഡയഗ്രമാണ്, ഫ്രെയിമിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നമ്മുടെ എക്സാമിന് എഴുതണം, വരച്ച് വെക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം നമുക്കൊരു 6 ബൈറ്റിൻ്റെ പോർഷനുണ്ട്, അതുപോലെ 0 to 127 ബൈറ്റ്സിൻ്റെ അടുത്ത ഒരു പോർഷനുണ്ട്. ഇനി ഈ 6 ബൈറ്റിൻ്റെ പോർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ആയിട്ട് നമുക്കതിനെ കൊടുക്കാം, സിങ്ക്രണൈസേഷൻ ഹെഡറും PHY ഹെഡറും. സിങ്ക്രണൈസേഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ അതൊരു 5 ബൈറ്റാണ്. അപ്പോൾ ഈ 6 ബൈറ്റാണ് ടോട്ടൽ. 6 എന്ന് പറയുമ്പം നിങ്ങൾ 5 + 1 എന്ന് എടുക്കുക. 5 ബൈറ്റ്സ് എന്ന് പറയുന്നത് സിങ്ക്രണൈസേഷൻ ഹെഡറും 1 ബൈറ്റ് എന്ന് പറയുന്ന ആരാണ് PHY ഹെഡറും. ഇനി ഈ സിങ്ക്രണൈസേഷൻ ഹെഡറിൻ്റെ അകത്ത് 2 പേരുണ്ട്, അതാണ് പ്രിയാമ്പിളും മറ്റേത് സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്ററും. PHY ഹെഡറിൻ്റെ അകത്തുള്ള ആളാണ് ഫ്രെയിം ലെങ്ത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ PSDU, PHY സർവീസ് ഡാറ്റ യൂണിറ്റ്. ഇനി നമുക്കിതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിയാമ്പിൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു 32 ബിറ്റിൻ്റെ 4 ബൈറ്റ് പാറ്റേൺ വരുന്ന ഒരു ഫീൽഡാണ് പ്രിയാമ്പിൾ ഫീൽഡ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഐഡൻറ്റിഫൈ സ്റ്റാർട്ട് ഓഫ് ദ ഫ്രെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പരിപാടിയാണ് പ്രിയാമ്പിൾ. അപ്പോൾ ഈ പ്രിയാമ്പിളാണ് അവിടുത്തെ ഐഡൻറ്റിഫൈസ് സ്റ്റാർട്ട് ഓഫ് ദ ഫ്രെയിം ആൻഡ് ഇസ് യൂസ് ടു സിങ്ക്രണൈസ് ദ ഡാറ്റ ട്രാൻസ്മിഷൻ. ഡാറ്റ ട്രാൻസ്മിഷൻ സിങ്ക്രണൈസ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ടൈമിങ് ഒരേ സമയം ഒരു വർക്കിംഗ് നടക്കുന്നത്, അതാണ് സിങ്ക്രണൈസേഷൻ. ഇപ്പം ഡാറ്റ ട്രാൻസ്മിഷനെ സിങ്ക്രണൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ സ്റ്റാർട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഈ ഒരു പ്രിയാമ്പിൾ ഫീൽഡാണ് ചെയ്യുന്നത്. ഇനി സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്റർ എന്താണ് ചെയ്യുന്നത്? ഇൻഫോംസ് ദ റിസീവർ ദാറ്റ് ഫ്രെയിം കണ്ടന്റ് സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ് ബൈറ്റ്. ഈ ഒരു ബൈറ്റ് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രെയിമിൻ്റെ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യും എന്ന് റിസീവറിനെ അറിയിക്കുന്നയാളാണ് സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്റർ. ഇനി അടുത്താണ് PHY header portion. PHY header portion of the PHY frame is a frame length value. അതായത് PHY ഹെഡറിൻ്റെ അകത്ത് ഫ്രെയിം ലെങ്ത് വാല്യൂ ആണ്. അതായത് എന്താ ഫ്രെയിം ലെങ്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലെറ്റ്സ് ദ റിസീവർ നോ ഹൗ മച്ച് ടോട്ടൽ ഡാറ്റ ഈസ് എക്സ്പെക്ട് ഇൻ ദ PHY സർവീസ് ഡാറ്റ യൂണിറ്റ് PSDU പോർഷൻ ഓഫ് ദ 802.4.15 PHY. അപ്പോൾ നമ്മുടെ ഈ ഒരു 802.5.4 PHYക്കകത്ത് PSDU പോർഷൻ്റെ അകത്ത് എത്ര ഡാറ്റ എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് റിസീവറിനെ അറിയിക്കുന്നത് ആരാണ്? ഫ്രെയിം ലെങ്ത് ആണ് റിസീവറിനെ അറിയിക്കുന്നത്. സോ ലെറ്റ്സ് ദ റിസീവറിനെ അറിയിക്കുക ഹൗ മച്ച് ടോട്ടൽ ഡാറ്റ ടു എക്സ്പെക്ട്, ഓൾമോസ്റ്റ് എത്ര ഡാറ്റ എക്സ്പെക്ട് ചെയ്യണം ഇൻ ദ PHY സർവീസ് ഡാറ്റ യൂണിറ്റ്. PSDU പോർഷനകത്ത് എത്ര ഡാറ്റ എക്സ്പെക്ട് ചെയ്യണമെന്ന് റിസീവറിനെ അറിയിക്കുന്ന ആളാണ് ഫ്രെയിം ലെങ്ത്. ഓക്കെ, അപ്പോൾ അതാണ് PHY ഹെഡറിൻ്റെ അതാണ് ഫ്രെയിം ലെങ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വരുന്നത് PSDU ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഈ ഡയഗ്രാമും ഈ ഡിസ്ക്രിപ്ഷനും പഠിച്ച് എഴുതി വെക്കണം. ഓക്കെ, അപ്പം അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല, ഇനിയും 2 പോർഷൻ കൂടി ഉണ്ട്. നമുക്ക് മാക് ലെയറും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പോർഷൻ കൂടെ വരുന്നുണ്ട്, മാക് ലെയറും ദെൻ ടോപ്പോളജി ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ഇത്രയും കാര്യം കൂടെ വരുന്നുണ്ട്. സോ നമുക്ക് ഇതൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും പോർഷൻസാണ് ഞാൻ പറയുന്നത്. വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി പറയാം. അപ്പോൾ താങ്ക്